നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരായി ലഹരി കേസിലെ തുടർ നടപടി ആലോചിക്കാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. ഷൈനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ യോഗത്തിൽ തീരുമാനമെടുക്കും. അതേസമയം ഷൈനെതിരായ നടി വിൻസിയുടെ പരാതി ചർച്ച ചെയ്യാൻ ഫിലിം ചേംബറും സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിയും ഇന്ന് യോഗം ചേരും. വിവരങ്ങളുമായി വിജിതയുണ്ട്. വിജിത, നിർണായകമായ 3 യോഗങ്ങളാണ് ഇന്ന് നടക്കുക. ഷൈനെതിരെ എന്ത് നടപടികളാണ് സ്വീകരിക്കുക എന്നുള്ളത് ഇന്നറിയാം. വിവരങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കേസിൽ ഈ ഒരു നിർണായകമായ 3 യോഗങ്ങളിൽ നമുക്ക് 2 രീതിയിലായിട്ട് പറയാൻ കഴിയും. ഒന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയും അതോടൊപ്പം തന്നെ ഒന്ന് സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള നടപടിയുമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി എന്നോളം തന്നെയാണ് ഇന്നിപ്പോൾ ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. നിലവിലെ അന്വേഷണ സംഘം ഈ ഒരു കേസിന്റെ നിലവിലെ പുരോഗതി സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള പുട്ട വിമലാദിത്യയെ അറിയിക്കും. അതോടൊപ്പം തന്നെ നിലവിൽ ജാമ്യം കിട്ടിയ നിലവിൽ ഈ ഒരു കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസ് ജാമ്യം നൽകിയതാണ്. സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചുമത്തിയ വകുപ്പുകൾ എന്ന് പറയുന്നത് ബെയിലബിൾ ആണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ്. ഈ ഒരു കേസുമായി കോടതിയിലോട്ട് പോവുകയാണെങ്കിൽ പോലും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ്. ഗൂഢാലോചന, അതോടൊപ്പം തന്നെ ഈ ഒരു ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നത്, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഒരു FIR ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ജാമ്യം കൊടുത്തിട്ടുമുണ്ട്, എന്നാൽ സ്റ്റേഷൻ ജാമ്യം നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഈ ഒരു കേസിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നാണ് 2ാം ഘട്ട ചോദ്യം ചെയ്യലിന് ഷൈൻ ടോം ചാക്കോയോട് ആദ്യം ഹാജരാവാൻ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഈ ഒരു തീരുമാനം മാറ്റിയത് വിശദമായ ഒരു ചർച്ച വേണം, അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ചർച്ച പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ള തീരുമാനത്തിന്റെ പുറത്ത് തന്നെയാണ്. കാരണം ഈ ഒരു കേസിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസ് ശേഖരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഷൈനിന്റെ ഒരു മൊഴിക്ക് അപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു രേഖകൾ ശേഖരിക്കാൻ പോലീസിന് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇടപാടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ആരൊക്കെയായിട്ടുമാണ് ഈ ഷൈൻ ബന്ധപ്പെട്ടിരിക്കുന്നത്, ലഹരി കേസുമായി എന്തൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഈ ഒരു രാസപരിശോധനയുടെ ഫലങ്ങളെല്ലാം തന്നെ വരേണ്ടതുണ്ട്. അതിന് കൃത്യമായി ഒരു ഏകദേശം 15 ദിവസം തൊട്ട് 1 മാസം വരെയുള്ള ഒരു സമയം വേണ്ടിവരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പരിശോധനയ്ക്കായി ആന്റി ഡോപ്പിംഗ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ശേഖരിച്ച സാമ്പിളുകളെല്ലാം തന്നെ ഈ ഒരു കോടതിയുമായി ഇന്ന് ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും പോലീസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും കൃത്യമായിട്ടുള്ള രേഖകളും പോലീസിന് ആവശ്യമുണ്ട്. കഴിഞ്ഞ തവണ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇത് റെക്കോർഡിക്കലായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിരുന്നു. അപ്പോൾ ആ കാര്യത്തിലെല്ലാം തന്നെ ആ ഒരു രേഖകളെല്ലാം തന്നെ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങളെല്ലാം തന്നെ പോലീസിന്റെ കയ്യിലുണ്ട്. അതെല്ലാം കീറിമുറിച്ച് പരിശോധിച്ച് ഇനി ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണ് ആ ഒരു ശക്തിപ്പെടുത്തൽ, അല്ലെങ്കിൽ എവിടെയാണ് തെളിവുകൾ കുറച്ചുകൂടി ശക്തമായി എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു കേസ് ഇനിയും മുന്നോട്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള രേഖകൾ അവിടെ ആവശ്യമുണ്ട് പോലീസിന്. അതോടൊപ്പം തന്നെ ഇനി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഇന്ന് ഇന്റേണൽ കമ്മിറ്റിയുടെ സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ ഈ ഒരു ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയുമാണ് യോഗം ചേരുന്നത്. ഈ ഒരു സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റി ചേരുന്ന ആ ഒരു യോഗത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അവിടെ നിന്നാണ് എടുക്കുന്നത്. കാരണം ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ് മീറ്റ് വന്ന സമയത്ത് പോലും ഇങ്ങനെ ഒരു പരാതിയെ കുറിച്ച് അറിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഇന്റേണൽ കമ്മിറ്റി പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഒരു ഫിലിം ചേംബറിന് നൽകിയ ആ ഒരു പരാതിയുടെ കോപ്പിയാണ് പിന്നീട് ഇന്റേണൽ കമ്മിറ്റിക്ക് പോയിട്ടുള്ളത്. കാരണം ഏറ്റവും ആദ്യ നടപടി എന്ന് പറയുന്നത് ഒരു സിനിമ സെറ്റിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് ഇന്റേണൽ കമ്മിറ്റി അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇന്ന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഷൈൻ ടോം ചാക്കോയുടെയും വിൻസിയുടെയും മൊഴികൾ എടുത്ത് ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു മൊഴിയെല്ലാം എടുത്തതിന് ശേഷം ഈ ഒരു ഇന്റേണൽ കമ്മിറ്റി ഫിലിം ചേംബറുമായി ഈ ഒരു കാര്യം സംസാരിക്കും എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ കൃത്യമായിട്ടുള്ള ഈ ഒരു കേസിന്റെ ഗതി എങ്ങോട്ട് എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു തീരുമാനമാകും. കാരണം ഇന്റേണൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിലെ 3 അഭിനേതാക്കളും സിനിമയുമായി ബന്ധപ്പെട്ട 3 പേരും അതോടൊപ്പം തന്നെ ഒരു അഭിഭാഷകയുമാണ്. അതിനോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടപടികൾ എടുക്കാനെല്ലാമുള്ള ഒരു അധികാരവുമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനി കൂടുതൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കേസെല്ലാം ആവശ്യമുണ്ട് എന്ന് ഇന്റേണൽ കമ്മിറ്റിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നിയമ
നടപടികളിലേക്ക് കടക്കാൻ ആ ഒരു കാര്യം ഫിലിം ചേംബറുമായി സംസാരിക്കാനുള്ള ഒരു അധികാരമെല്ലാം ഈ ഒരു ഇന്റേണൽ കമ്മിറ്റിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടനെ ഈ ഒരു സിനിമ വ്യവസായത്തിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് വിലക്ക് ഏർപ്പെടുത്താനുള്ള അധികാരമെല്ലാം ഈ ഒരു കാര്യമെല്ലാം സംഭവിച്ചു എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിലാണ് പറയുന്നത് അങ്ങനെ ഒരു അധികാരമുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റേണൽ കമ്മിറ്റി യോഗത്തിലാണ് കൃത്യമായിട്ട് ഇനി എന്ത് ഈ ഒരു കേസിൽ നടപടികൾ എടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. തുടർന്ന് ഇവർ ഫിലിം ചേംബറിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗം വെച്ചിരിക്കുന്നത് 3 മണിക്കാണ്. ഈ ഒരു യോഗത്തിന് ശേഷം കൃത്യമായിട്ട് ഇനി എന്ത് ഈ ഒരു കേസിൽ ഒരു നടപടി സിനിമാ സംഘടനകളുടെ ഭാഗത്ത് നിന്നെല്ലാം എന്ത് നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു തീരുമാനമാകും. നേരത്തെ തന്നെ സംഘടനകളെല്ലാം തന്നെ ഈ ഒരു വിൻസിയുമായി വന്ന ഈ ഒരു കേസിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഫിലിം ചേംബർ അടക്കമുള്ള സംഘടനകൾ ഈ ഒരു കേസിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കേസിൽ ഇനി ഈ ഒരു 3 യോഗങ്ങളും ഇന്ന് നിർണായകമായി മാറുക തന്നെയാണ്. ഈ 3 യോഗങ്ങളുടെയും യോഗത്തിന് ശേഷം വരുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ ഒരു നടനെ സംബന്ധിച്ചും ഈ ഒരു കേസിനെ സംബന്ധിച്ചും അത് ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടൻ നിലവിൽ ഒരുപാട് സിനിമകളെല്ലാം നിലവിൽ ഇറങ്ങാതിരിക്കുന്ന കുറെ സിനിമകൾ ഷൈൻ ടോം ചാക്കോയുടേതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമകളെ എല്ലാം ബാധിക്കുമോ എന്നുള്ള കാര്യത്തിലും ഒരു വലിയ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടന് അതും ഒരു നിർണായകമായിട്ടുള്ള വിഷയം തന്നെയാണ് വൃന്ദ. ശരി വിജിത.